യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന പാഠത്തിലത്തെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോണത് എന്താണ് ഡൈമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഡൈമെൻഷണൽ ഫോർമുല, ഡൈമെൻഷണൽ ഇക്വേഷൻ. നമ്മുടെ +1 ബോർഡ് എക്സാമിലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിന്റെ ബേസ് ആണ് നമ്മളിപ്പോ പറയാനായിട്ട് പോണത് കേട്ടോ. ഇനി കുറച്ച് ക്ലാസ്സിലേക്ക് നമ്മുടെ കയ്യിൽ 3 ലെറ്റേഴ്സ് ഉള്ളൂ. ഏതൊക്കെയാണ് ആ 3 ലെറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എം, ക്യാപിറ്റൽ ലെറ്റർ എം സ്റ്റാൻഡ്സ് ഫോർ മാസ്, ക്യാപിറ്റൽ ലെറ്റർ എൽ സ്റ്റാൻഡ്സ് ഫോർ ലെങ്ത്, and finally T stands for time. അപ്പൊ കുറച്ച് നേരത്തേക്ക് നമ്മുടെ കയ്യിൽ ഈ 3 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിനി പതിയെ എന്താണ് ഡൈമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഒരു റെക്റ്റാങ്കിൾ പരിഗണിക്കാം. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കാണാം? നമുക്കറിയാം അല്ലെ, ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാടാ, വിച്ച് ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ലെങ്ത്തിനെ നമ്മൾ ഇതിൽ ഏത് ലെറ്റർ വെച്ചിട്ടാ സൂചിപ്പിക്കുക? എം വെച്ച് സൂചിപ്പിക്കോ? ഇല്ല. ടി വെച്ച് സൂചിപ്പിക്കോ? ഇല്ല. പിന്നെ നമ്മൾ ആരെ വെച്ചാ മക്കളെ സൂചിപ്പിക്കുക? എല് വെച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുക അല്ലെ. അപ്പൊ ലെങ്ത്തിനെ ഞാൻ എൽ എന്ന് പറഞ്ഞിട്ട് എഴുതാണ്. ഇതിനൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇൻടു ബ്രെഡ്ത്ത്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ ഈ ഭാഗം അല്ലെ, ബ്രെഡ്ത്ത്. ബ്രെഡ്ത്തിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാ സൂചിപ്പിക്കുക? ബ്രെഡ്ത്തിനെ നമ്മൾ അല്ലെ ഇതിൽ എല് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കുക. നമ്മുടെ കയ്യിൽ 3 ലെറ്റേഴ്സേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ബ്രെഡ്ത്തിനെയും എല് വെച്ചിട്ട് നമ്മൾ സൂചിപ്പിച്ചു. എൽ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കാം, മാസിന്റെ വല്ല ടേം ഉണ്ടാ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താന്നറിയോ? m റേസ് ടു 0. ടൈമിന്റെ വല്ല ടേം ഉണ്ടാ? അപ്പൊ നമ്മൾ എഴുതും t റേസ് ടു 0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. ഓക്കെ, ഇതില് നമ്മൾ പറയാ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാസിന്റെ ഡൈമെൻഷൻ ആണ് 0, ലെങ്ത്തിന്റെ ഡൈമെൻഷൻ ആണ് 2, ടൈമിന്റെ ഡൈമെൻഷൻ ആണ് 0. അതെങ്ങനെ നമ്മൾ ഇവിടേക്ക് ഒന്ന് എഴുതി വെക്കാം? ഞാനിത് മാറ്റിയാണ്. നമ്മൾ എഴുതി വെക്കുക എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, നോക്കട്ടാ. ഏരിയ ഹാസ് 0 dimension in mass, 2 dimension in length, 0 dimension in time എന്നാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതി വെക്കാം. അപ്പോ മാസിന്റെ ഡൈമെൻഷൻ 0, ലെങ്ത്തിന്റെ ഡൈമെൻഷൻ 2, ടൈമിന്റെ ഡൈമെൻഷൻ 0. അത് മനസ്സിലായിണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി അടുത്ത നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കാടാ, വിച്ച് ഇസ് വോളിയം. ഈ വോളിയം നമ്മൾ എങ്ങനെ മക്കൾ എഴുതാടാ? വോളിയം ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ. ഈ ഇതിനെ ലെങ്ത് ആയിട്ട് എടുക്കുക, ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താലാണ് നമുക്ക് വോളിയം കിട്ടുക അല്ലെ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ വോളിയം കാണാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു, ലെങ്ത് നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാ സൂചിപ്പിക്കുക മക്കളെ? ലെങ്ത് നമ്മൾ സൂചിപ്പിക്കുക എൽ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാ നമ്മൾ സൂചിപ്പിക്കുക. ബ്രെഡ്ത്തിനെ എവിടാ? എൽ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് നമ്മൾ സൂചിപ്പിക്കുക. ഹൈറ്റിനെ മക്കളെ എൽ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് തന്നെ നമ്മൾ സൂചിപ്പിക്കുക. ഓൾ ആർ എ ടൈപ്പ് ഓഫ് ലെങ്ത്. എൽ ഇൻറ്റു എൽ മീൻസ് എൽ ക്യൂബ്. മാസിന്റെ വല്ലതുണ്ടാ? മാസിന്റെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തടാ? m റേസ് ടു 0, l ക്യൂബ് t റേസ് ടു 0. ഇപ്പൊ വോളിയം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയില് മാസിന്റെ ഡൈമെൻഷൻ 0, ലെങ്ത്തിന്റെ ഡൈമെൻഷൻ 3, ടൈമിന്റെ ഡൈമെൻഷൻ 0. നമുക്കത് എങ്ങനെ ഇവിടെ എഴുതി വെക്കാൻ പറ്റുക? എന്ന് മാറ്റിയിട്ട് മക്കള് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് വോളിയം ഹാസ് അല്ലെ, വോളിയം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഹാസ് 0 dimension in mass, 2 അല്ല ഇവിടെ, പിന്നെ ആരുടെ വരാ? 3 dimension in length, 0 dimension in time. ഇത് മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അല്ലെ, കുഴപ്പമില്ല. ഇനി ഇത് 3ഉം കൂടെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാല് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡൈമെൻഷണൽ ഫോർമുല. അപ്പൊ ഈ പവറിനെ വിളിക്കുന്ന പേരാണ് ഡൈമെൻഷൻ,
ഇത് മൂന്നും കൂടെ ചേർത്ത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈമെൻഷണൽ ഫോർമുല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ? ഡൈമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ എങ്ങനെ മക്കൾ എഴുതാ? m⁻0 L² T⁻0. ഓക്കെ. ഈ ഡൈമെൻഷണൽ ഫോർമുല ഓഫ് വോളിയം അതെങ്ങനെ നമ്മൾ എഴുതാ? m⁻0 L³ T⁻0. ഓക്കെ. മൂന്നും കൂടെ ഇങ്ങനെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈമെൻഷണൽ ഫോർമുല. ഈ സെന്റൻസുകൾ നിങ്ങൾ NCERT സെന്റൻസുകളാണ്, അതുപോലെ തന്നെ പഠിച്ചോളൂ. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ വല്ലപ്പോഴും ചോദിക്കാം കേട്ടാ. കൺസെപ്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മക്കളെ ശ്രദ്ധിക്കടാ, നമ്മൾ ഈക്വൽ ടു ഇട്ടിട്ട് എഴുതി കഴിഞ്ഞാല് ഈ ഡൈമെൻഷണൽ ഫോർമുല ഈക്വൽ ടു ഇട്ടിട്ട് എഴുതി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈമെൻഷണൽ ഇക്വേഷൻ. നമുക്ക് നോക്കാം അല്ലെ. ഡൈമെൻഷണൽ ഫോർമുല അല്ല, ഡൈമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഡൈമെൻഷണൽ ഇക്വേഷൻ എന്നിവിടെ എഴുതി വയ്ക്കുന്നത് നോക്കിയേ. ഡൈമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഏരിയ നമ്മൾ എങ്ങനെ എഴുതാന്ന് അറിയോ മക്കളെ? ഏരിയ ഈക്വൽ ടു m⁻0 L² T⁻0. ഇങ്ങനെ ഈക്വൽ ടു ഇട്ടിട്ട് എഴുതി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈമെൻഷണൽ ഇക്വേഷൻ. ഇനി ഡൈമെൻഷണൽ ഇക്വേഷൻ ഓഫ് വോളിയം എങ്ങനെ എഴുതാന്ന് അറിയൂടാ? V = m⁻0 L³ T⁻0. ഇപ്പൊ രണ്ടെണ്ണല്ലേ പഠിച്ചേ. നമുക്ക് ഇനി കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡൈമെൻഷണൽ ഫോർമുലാസ് പഠിക്കണം. അത് ബൈഹാർട്ടാണ് കേട്ടാ. അതെങ്ങനെ വന്നെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ അത് നമ്മൾ ബൈഹാർട്ടാണ്. ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ m⁻0 0 ആവോ? ഇല്ല. m⁻0 എന്ന് വെച്ചാൽ 1 ആണ്. T⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. എനി നമ്പർ ⁻0 = 1. ആ ധാരണ ഉണ്ടാവണം. ചിലർക്ക് സംശയം വരെ, ഇത് ⁻0 എന്ന് പറഞ്ഞാൽ 0 അല്ലേ, അപ്പൊ 0 × എനി സംഗതി 0 അല്ലേ? അല്ല. എനി നമ്പർ ⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡൈമെൻഷണൽ ഫോർമുല എങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. നമ്മള് ഏരിയയുടെയും വോളിയത്തിന്റെയും മാത്രമല്ല ഇപ്പൊ പഠിച്ചുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ കൂടെ ഡൈമെൻഷണൽ ഫോർമുല നമുക്ക് പഠിക്കണം. എന്നാലാണ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പഠിക്കുന്ന ഓരോ ഫോർമുലാസും നമ്മൾ ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഡെൻസിറ്റി. ഡെൻസിറ്റി നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ട് നമുക്ക് സൂചിപ്പിക്കാടാ? m എന്നുള്ള ലെറ്റർ വെച്ചിട്ട് നമ്മൾ സൂചിപ്പിക്കാട്ടാ. വോളിയം നമുക്കറിയാം L³ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ, which is equal to ഇവനെ മേലേക്ക് എടുക്കാം. അപ്പൊ എങ്ങനെ മക്കളെ വരടാ? ml⁻⁻3. അതെങ്ങനെ വന്നേ? അതൊരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. ആ മാത്തമാറ്റിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയ്ക്കുള്ളൂ? 1/x⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലി x⁻⁻n ആണ്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ ഹരിച്ച് കിടക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് എപ്പോഴും കുമിച്ച് കിടക്കണം. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം വിച്ച് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസിന് നമ്മൾ L എന്നുള്ള ലെറ്റർ വെച്ചിട്ടാ സൂചിപ്പിക്കുക, ഡിവൈഡഡ് ബൈ ടൈമിനെ T എന്നുള്ള ലെറ്റർ വെച്ചിട്ടാ നമ്മൾ സൂചിപ്പിക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു L. ഈ ടീനെ മേലേക്ക് എടുക്കുക. T എന്ന് പറഞ്ഞാൽ T⁻1 ആണ് കേട്ടോ. അപ്പൊ T⁻⁻1 ചിഹ്നം മാറി. ഓക്കെ. താഴത്തെ ആള് മേലേക്ക് പോയപ്പോ ചിഹ്നം മാറി. അപ്പൊ ഇതാണ് നമ്മുടെ വെലോസിറ്റിയുടെ ഡൈമെൻഷണൽ ഫോർമുല. ഇനി അടുത്തത് നമ്മൾ സ്പീഡിന്റെ ഡൈമെൻഷണൽ ഫോർമുല വിച്ച് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ L എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. ഒരു നീളമാണത് അല്ലെ, ഡിവൈഡഡ് ബൈ ടൈം T. ഈ ടീനെ മേലേക്ക് എടുക്കുക. അപ്പൊ L⁻⁻1. ഓക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സ്പീഡിനും വെലോസിറ്റിക്കും ഒരേ ഡൈമെൻഷൻ ആണ്. നമുക്ക് മനസ്സിലായി. എന്താണ്? L⁻⁻1 ആണ്. ഇവിടെ L⁻⁻1 ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ. ഓക്കെ. ഇനി അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ആക്സിലറേഷൻ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. വെലോസിറ്റി ബൈ ടൈം വിച്ച് ഇസ് ഈക്വൽ ടു വെലോസിറ്റി നമുക്കറിയാം മക്കളെ L⁻⁻1 ആണ്, ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ T. ടീനെ മേലേക്ക് എടുക്കടാ. അപ്പൊ എങ്ങനെ വരാ? L⁻⁻1 ഇൻറ്റു T⁻⁻1. ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ട് ഇവിടെ. ഇത്രയുള്ളൂ. x⁻A ഇൻറ്റു x⁻B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻A+B ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എങ്ങനെ എഴുതാ? L ഇവരെ നമുക്ക് രണ്ടുപേര് ഗുണിക്കുക. ദാറ്റ് ഈസ് T⁻⁻
മൈനസ് ടു യൂസിങ് അബവ് ഫോർമുല. ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ ഈ ടീനെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. LT റൈസ് ടു മൈനസ് ടു. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് F ഈക്വൽ ടു ma. ഓക്കെ, അപ്പൊ അതെങ്ങനെ നമുക്ക് അതിന്റെ ഡൈമെൻഷൻ ഫോർമുല എഴുതാൻ പറ്റാം? മാസിന്റെ m ആണ്, ആക്സിലറേഷന്റെ LT റൈസ് ടു മൈനസ് ടു ആണ്. അപ്പൊ നമുക്ക് ചേർത്ത് എഴുതുമ്പോ എങ്ങനെ മക്കളെ വരടാ? MLT റൈസ് ടു മൈനസ് ടു. ഇതൊക്കെ ബൈഹാർട്ടാണ് കേട്ടാ. ഓക്കെ, ഇനി അടുത്തത് മൊമെന്റം, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലേ. അതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റാം? വിച്ച് ഇസ് ഈക്വൽ ടു മാസിനെ നമ്മൾ m എന്ന് പറഞ്ഞ് സൂചിപ്പിക്കും, വെലോസിറ്റിനെ നമ്മൾ LT റൈസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കും. അതിന്റെ ഡൈമെൻഷണൽ ഫോർമുല ചേർത്ത് നമ്മൾ MLT റൈസ് ടു മൈനസ് വൺ. ഓക്കെ, അടുത്തത് പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് നമുക്കറിയാം എവിടെ കിടക്കണം അല്ലെ, MLT റൈസ് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ ഏരിയ L സ്ക്വയർ ആണ് അല്ലെ. ഇത് കട്ട് ചെയ്ത് കളയാന്ന് തോന്നുന്നു അല്ലെ, എല്ലും ഈ സ്ക്വയറും വെട്ടിപ്പോയി. ബാക്കി എങ്ങനെയാ മക്കളെ വരാം? L റൈസ് ടു ഇവരെ മേലേക്ക് എടുക്കട്ടെ. അപ്പൊ L റൈസ് ടു മൈനസ് വൺ, T റൈസ് ടു മൈനസ് ടു. ഓക്കെ, ML റൈസ് ടു മൈനസ് വൺ, T റൈസ് ടു മൈനസ് ടു. കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ ആണ്. ഇവനൊക്കെ നൈസായിട്ട് ഒഴിവാക്കി. ഈ അരയും പയ്യും 4/3 അതൊക്കെ ഒഴിവാക്കി കളയാനായിട്ടാ. മാസിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ട് മക്കളെ സൂചിപ്പിക്കുക? m. വെലോസിറ്റി LT റൈസ് ടു മൈനസ് വൺ. റിമെമ്പർ there is a square here. ഈ സ്ക്വയറിനെ നിങ്ങൾ ഉള്ളിലോട്ട് എടുക്കണം ഇങ്ങനെ. ഓക്കെ, അപ്പൊ എങ്ങനെ മക്കളെ വരടാ? വിച്ച് ഇസ് ഈക്വൽ ടു m. ഈ 2ന്റെ മേലെ വരുമ്പോൾ L സ്ക്വയർ T റൈസ് ടു. ഇതെങ്ങനെ വരും? അതിന്റെ മേലെ വരുമ്പോൾ T റൈസ് ടു മൈനസ് ടു, T റൈസ് ടു മൈനസ് ടു. അതെങ്ങനെ അങ്ങനെ വന്നേ? നമുക്കറിയാം മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ട്. എക്സ് റൈസ് ടു എ ഹോൾ റൈസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു AB ആണ്. ഓക്കെ, അതുപോലെയാണ് നമ്മൾ ഈ T റൈസ് ടു മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ T റൈസ് ടു മൈനസ് ടു. വിച്ച് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി m, മാസിന് നമ്മൾ m. G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷന്റെ അതേ ഡൈമെൻഷണൽ ഫോർമുല തന്നെ എടുക്കുക. LT റൈസ് ടു മൈനസ് ടു. h എന്ന് വെച്ചാൽ ഹൈറ്റ് ആണ് L, which is equal to m. L into L, L square T റൈസ് ടു മൈനസ് ടു. ഓക്കെ, നമുക്ക് വർക്കിലേക്ക് പോവാം. വിച്ച് ഇസ് ഈക്വൽ ടു വർക്ക്, ഫോഴ്സ് ആണ് അല്ലെ, MLT റൈസ് ടു മൈനസ് ടു. ഡിസ്പ്ലേസ്മെന്റ് ഒരു ലെങ്ത് ആണല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു m. L into L, L square T റൈസ് ടു മൈനസ് ടു. ഒന്ന് മക്കളെ നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ കൈനറ്റിക് എനർജി സെയിം, പൊട്ടൻഷ്യൽ എനർജി സെയിം ഫോർമുല, വർക്ക് സെയിം ഫോർമുല. ഓർത്തിരിക്കാൻ ഈസിയാണ് അല്ലെ. കൈനറ്റിക് എനർജിക്കും പൊട്ടൻഷ്യൽ എനർജിക്കും വർക്കിനും എല്ലാ എനർജിക്കും ഒരേ ഡൈമെൻഷണൽ ഫോർമുലയാണ് ML സ്ക്വയർ T റൈസ് ടു മൈനസ് ടു. ഓക്കെ, ഇനി അടുത്ത എന്താ? സ്ട്രെസ് റിസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ നമ്മൾ പഠിക്കും കേട്ടോ. നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഒരു പാഠത്തിൽ നമ്മൾ ഈ ഇക്വേഷൻ പഠിക്കുന്നത്. ഫോഴ്സിന്റെ ഡൈമെൻഷണൽ ഫോർമുല MLT റൈസ് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ താഴത്തെ ഏരിയ L സ്ക്വയർ. ഓക്കെ, അപ്പൊ ആരോടൊക്കെ വെട്ടിപ്പോയത്? L പോയി, സ്ക്വയർ പോയി. Lന് മേലേക്ക് എടുക്കടാ. അപ്പൊ എങ്ങനെ വരാം? ML റൈസ് ടു മൈനസ് വൺ, T റൈസ് ടു മൈനസ് ടു. ഓക്കെ, നോക്കിയേ, ഇതിനും സെയിം ഡൈമെൻഷണൽ ഫോർമുലയാണ് അല്ലേ. നമ്മുടെ പ്രഷറിനും അതുപോലെ സ്ട്രെസ്സിനും സെയിം ഡൈമെൻഷണൽ ഫോർമുലയാണ്. ഓക്കെ, ഇനി അടുത്ത എന്താ? ഇത് ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മൾ 10 പഠിച്ചിട്ടുണ്ട്. F ഈക്വൽ ടു G m1 m2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. m1 എന്ന് പറഞ്ഞാൽ 2 മാസുകൾ, R എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. Gനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇതിന്റെ ഡൈമെൻഷണൽ ഫോർമുല നമുക്കൊന്ന് പഠിച്ചിരിക്കണം, ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഇതിൽ നിന്ന് ആ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിൽ നിന്ന് നമ്മൾ ഒരു ഫോർമുല ഉണ്ടാക്കുക. അതെങ്ങനെ ഫോർമുല ഉണ്ടാക്കാടാ? G ഈക്വൽ ടു ഇവനെ പുറത്തേക്ക് എടുക്കാട്ടാ. അപ്പൊ FR സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ രണ്ടാളെ അപ്പുറത്തേക്ക് പോകുമ്പോ അടിയിലേക്ക് പോയിട്ടാ, which is equal to ഫോഴ്സിന്റെ MLT റൈസ് ടു മൈനസ് ടു, റേഡിയൽ ഡിസ്റ്റൻസിന്റെ അല്ലെ L ആണ്, സ്ക്വയർ ഉണ്ട് മറക്കരുത്, ഡിവൈഡഡ് ബൈ M സ്ക്വയർ അല്ലെ, M into M സ്ക്വയർ. ഇവിടെ ആരൊക്കെ വെട്ടിപ്പോയത് ആരൊക്കെയാടാ? M കട്ടായി പോയി, സ്ക്വയർ പോയി അല്ലെ. which is equal to ഈ M മേലേക്ക് എടുക്കുക അല്ലെ. അപ്പൊ M റൈസ് ടു മൈനസ് വൺ
L into L square means L cube T raised to minus 2. ഒന്ന് മക്കളെ ഇത് ബൈ ഹാർട്ട് ചെയ്യടാ, നമുക്ക് ആവശ്യമുണ്ട്. എല്ലാ ഫോർമുലാസും ബൈ ഹാർട്ട് ആയിരിക്കണം കേട്ടാ. ഇനി അടുത്തത് സ്ട്രെയിൻ. നമുക്കത് നേരത്തെ പറഞ്ഞ ഈ പാഠത്തിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ അത് പഠിക്കാം. അപ്പോ അതിന്റെ ഒരു റബ്ബറിന്റെ പീസ് ഉണ്ട്, അതിന്റെ ലെങ്ത് എല്ലായിരുന്നു, ഞാൻ വലിച്ചു, സ്വാഭാവികമായിട്ട് നീണ്ടപ്പോ അതിന്റെ നീളം കൂടുതൽ ഡെൽറ്റ എൽ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ നീളം കൂടുതൽ ബൈ ഒറിജിനൽ നീളമാണ് സ്ട്രെയിൻ ഇക്വേഷൻ അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു ലെങ്തിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചാണ് സൂചിപ്പിക്കുക, എൽ ഡിവൈഡഡ് ബൈ താഴത്തും എൽ. ഈ എല്ലും എല്ലും വെട്ടിപ്പോയി അല്ലേ, അപ്പൊ പിന്നെ ഡയമെൻഷൻ എന്താ മക്കളെ, നോ ഡയമെൻഷൻ. ഇതിന് ഡയമെൻഷൻ ഇല്ല. ഓക്കെ, ഇനി അടുത്തത് പവർ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. നമ്മളത് പഠിക്കും, വർക്ക് എനർജി പവർ എന്നുള്ള പാഠത്തിൽ നമ്മളത് പഠിക്കും. വേറെ പവറിന് വേറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എം എൽ ടി റേസ് ടു മൈനസ് 2, വെലോസിറ്റിയുടെ എൽ ടി റേസ് ടു മൈനസ് 1. നമ്മൾ ഗുണിക്കുമ്പോ എങ്ങനെ വരടാ, എം എൽ ഇൻറ്റു എൽ എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 3. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ബൈ ഹാർട്ട് ആയിരിക്കണം, ഇത്ര കാര്യങ്ങളെങ്കിലും. മീൻസ് ഏരിയ ചോദിച്ചാൽ എൽ സ്ക്വയർ പറയണം, വോളിയം ചോദിച്ചാൽ എൽ ക്യൂബ് പറയണം, ഡെൻസിറ്റി ചോദിച്ചാൽ എം എൽ റേസ് ടു മൈനസ് 3 പറയണം, ഫോഴ്സ് ചോദിച്ചാൽ എം എൽ ടി റേസ് ടു മൈനസ് 2 പറയണം, എനർജി വർക്കൊക്കെ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 പറയണം അല്ലെ. അതുപോലെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഫോർമുല എം എൽ റേസ് ടു മൈനസ് എം റേസ് ടു മൈനസ് 1 എൽ ക്യൂബ് ടി റേസ് ടു മൈനസ് 2. സ്ട്രെയിൻ ഡയമെൻഷൻ ഉണ്ടാ ഇല്ല. ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, കാരണം നമുക്ക് ആവശ്യമുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണോ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.